ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നേക്കണം എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഫോണാണ്. ആ ഫോണിന്റെ പേര് റെഡ്മി 17 സീരീസ്. ഓക്കെ, അതിനെ പറ്റിയുള്ള കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഈ ഫോൺ ഒഫീഷ്യലി ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇത് എന്നാ റിലീസ് ചെയ്യണമെന്ന ഡേറ്റും കമ്പനി കൊടുത്തിട്ടില്ല. ഇത് പക്ഷെ ചൈനയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ചൈന എന്ന് പറയുമ്പോൾ ജൂലൈ 14 2026 രാത്രി 7 മണിക്കാണ് ഈ ഫോൺ റിലീസ് ചെയ്യണത്. അപ്പൊ ആർക്കെങ്കിലും ആ ഫോണിന്റെ റിലീസിങ് ഇത് കാണണമെങ്കിൽ നേരെ ചൈനയിലോട്ട് വിട്ടോ, വേറെ എനിക്കൊന്നും പറയാനില്ല. ഈ ഫോൺ ഇന്ത്യയിൽ എന്തായാലും ഇപ്പൊ അവൈലബിൾ അല്ല, റിലീസ് ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഒട്ടും സമയങ്ങളായിട്ട് നേരെ നമ്മുടെ വീഡിയോട്ടോ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഈ റെഡ്മി 17 സീരീസ് എന്ന് പറഞ്ഞ ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണിന്റെ ബാറ്ററി ഇല്ലേ ഗൈസ്, അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 9000 mAh ബാറ്ററിയിലോട്ടാണ് അവർ ഈ പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്തേക്കണത്. ഓക്കെ, 9000 mAh ബാറ്ററി. ഓക്കെ, റെഡ്മി 17 സീരീസിൽ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഗൈസ് എന്താണെന്ന് വെച്ചാൽ 1.5K OLED സ്മൂത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 1.5K OLED സ്മൂത്ത് ഡിസ്പ്ലേ. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ ഗൈസ് പിന്നെ എന്താണെന്ന് അറിയോ, അപ് ടു 3500 നൈറ്റ് പീക്ക് ആൻഡ് ബ്രൈറ്റ്നസ് ആണ്. നിങ്ങൾ രാത്രിയൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാ നിങ്ങൾ ആ ഫോൺ വെച്ച് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുള്ളൂ. 3500 നൈറ്റ് പീക്ക് ആൻഡ് ബ്രൈറ്റ്നസ് ആണ്. ഓക്കെ, അതാണ് അവർ ഇവിടെ പറയണത്. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഡ്യൂറബിലിറ്റി ആണ്. ഈ ഫോണിന്റെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയും IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ വെള്ളത്തിൽ വീണാലും പിന്നെ ഇങ്ങനെ പൊടിയിലൊക്കെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ വീണാലില്ലേ, ഈ ഫോണിൽ ഒന്നും പറ്റത്തില്ല. ഫോൺ കേടാവത്തില്ല, അങ്ങനെ ഒരു പ്രശ്നവും പറ്റത്തില്ല. ഓക്കെ, അത്രക്ക് നല്ല രീതി തന്നെയാണ് അവർ ഈ ഫോൺ ഡിസൈൻ ചെയ്തേക്കണത് ഗൈസ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഈ ഫോണിന്റെ പ്രൊസസ്സറാണ് മെയിൻ ആയിട്ട് പറയേണ്ട സാധനം ഗൈസ്. ഈ ഫോണിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 6 Gen 5 ചിപ്സെറ്റ് ആണ് ഈ ഫോണിന്റെ പ്രൊസസ്സർ തന്നെ എന്ന് പറഞ്ഞാൽ. കിടിലൻ പ്രൊസസ്സറാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ബാക്കപ്പും ഇതൊക്കെ കിട്ടും. ഓക്കെ ഗൈസ്, പിന്നെ ഈ ഫോണിൽ ഗൈസ് അടുത്തെന്ന് വെച്ചാൽ ഡ്യൂറബിലിറ്റി അല്ല, അത് ഞാൻ പറഞ്ഞല്ല, സോറി, ഡിമെൻസിറ്റി ഗൈസ്. ഈ ഫോണിന്റെ ഡിമെൻസിറ്റി എന്ന് പറഞ്ഞാൽ 7500 ഈ ഫോണിന്റെ ഡിമെൻസിറ്റി തന്നെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നല്ലത് തന്നെയാണ്, നല്ല കാര്യം. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ ഫോണിന്റെ ബാറ്ററിക്ക് ഇല്ലേ ഗൈസ്, ഈ 9000 mAh ബാറ്ററി ഇല്ലേ, ഈ ബാറ്ററിക്ക് ഈ കമ്പനിയില്ലേ 4 years to 5 years 4 കൊല്ലം തൊട്ട് 5 കൊല്ലം വരെ അവർ ഈ ബാറ്ററിക്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഗൈസ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗൈസ് അതില്ലേ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ എന്നാന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫ്രെയിം ഡിസൈൻ ആണ്. ഈ ഫോണിന്റെ ഡിസൈൻ ഫ്ലാറ്റ് ഫ്രെയിം സ്മൂത്ത് ഡിസൈൻ ആണ്. ഈ ഫോണിന്റെ ഫ്ലാറ്റ് ഫ്രെയിം സ്മൂത്ത് ഡിസൈൻ. ഓക്കെ, നിങ്ങൾക്ക് കയ്യിൽ തന്നെ ഒതുങ്ങണ ഒരു ടൈപ്പിൽ തന്നെയാണ് അവർ ഈ ഫോൺ ഇറക്കിയേക്കണത്. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP മെയിൻ സെൻസറാണ് ഈ ഫോണിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ. 50 MP മെയിൻ സെൻസർ നല്ല രീതിയിൽ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. പിന്നെ പ്രോ മോഡൽസ് ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ 17 സീരീസ് അല്ലേ, റെഡ്മി 17 സീരീസ്. ഇതിന്റെ പ്രോ മോഡൽസ് ഇറങ്ങുന്നുണ്ട്, റെഡ്മി 17 Pro. അതിന് എത്ര 200 MP മെയിൻ സെൻസർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 50 MP മെയിൻ സെൻസറാണ്. നല്ല രീതിയിൽ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞില്ലേ ഗൈസ് 144 Hz ആണ്. 144 Hz ആണ് ഈ പ്രാവശ്യം റിഫ്രഷ് റേറ്റ് റെഡ്മി 17 സീരീസ് തന്നെ. പിന്നെ ഓക്കെ, നിങ്ങൾക്ക് നല്ല റീസ്റ്റോറേഷനും ബാക്കപ്പ് എല്ലാം കിട്ടും, ഉറപ്പ് ഞാൻ തരാം. പിന്നെ ഗൈസ് ഇതിൽ തന്നെ പാനൽ എന്ന് പറഞ്ഞില്ലേ ഗൈസ്, FHD + LCD അതാണ് ഈ ഫോണിന്റെ പാനൽ എന്ന് പറഞ്ഞാൽ. FHD + LCD നല്ല പാനൽ തന്നെയാണ് ഈ ഫോണിൽ കൊടുത്തേക്കുന്ന പാനൽ ഗൈസ്. പിന്നെ ഇതിൽ തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫോണിലെ ഗ്ലാസ് ഇല്ലേ ഗൈസ്, ഗ്ലാസ് അതെന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ തന്നെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 നല്ല രീതി തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഗ്ലാസ് തന്നെയാണ്. നിങ്ങളിപ്പോൾ താഴ്ത്തി വീണാലും അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. 2-3-4 പ്രാവശ്യം താഴ്ത്തി വീണാലും ഫോണിന്റെ ഗ്ലാസ് പൊട്ടത്തില്ല. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് ഗൈസ്. കിടിലെ ഫോണാണ്. പിന്നെ ഇതിന്റെ റേറ്റ് ഇതിലെ പുറത്തിറക്കിയിട്ടില്ല. പ്രോ മോഡൽസിന് എത്ര 49,000 രൂപയുണ്ട്. അപ്പോൾ ഈ 17 സീരീസ് എന്തായാലും 25,000 മേളിലായിരിക്കും. ഇതുവരെ ഒഫീഷ്യലി പൈസ പുറത്തുവിടാത്തതുകൊണ്ട് പൈസ പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഈ ഫോണിൽ ചെകഞ്ഞെടുത്ത ഒരു ഫീച്ചർ. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എടുത്ത് പറയാൻ നല്ല കിടിലം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് സാധനം പുറത്തിറക്കിയേക്കാം. അടിപൊളിയാണ്. നമ്മുടെ കൈ തന്നെ ഒതുക്കും പോക്കറ്റിലൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാധനം തന്നെ. പിന്നെ ബാറ്ററി ഒക്കെ അടിപൊളിയാണ്. പിന്നെ 25 വാട്ടിന്റെ ചാർജറാന്ന് തോന്നുന്നത് ഈ തന്നെ എന്ന് പറഞ്ഞാൽ. അതും അവർ കമ്പനി കറക്റ്റായിട്ട് പുറത്തു വിട്ടിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എന്തായാലും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇനോഗ്രേഷൻ കാണണമെങ്കിൽ
ചൈനയിൽ പോകണം. ചൈനയിൽ ജൂലൈ 14 രാത്രി 7 മണിക്കാണ് ഇതിന്റെ ഇനോഗ്രേഷൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായാലും ഇപ്പം ഇറങ്ങത്തില്ല, ലേറ്റ് ആവും എന്നൊക്കെയാണ് റൂമേഴ്സ് പറയുന്നത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിന്റെ കുറച്ച് മെയിൻ ഫീച്ചേഴ്സ് പറയാൻ വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റെഡ്മി 17 സീരീസിന്. ഇനി അടുത്ത ഞാൻ പറയാൻ വന്നത് റെഡ്മി 17 പ്രോ മോഡൽസിന്റെ ഫീച്ചേഴ്സ് റിവ്യൂ ആണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡ്മി 17 സീരീസിന്റെ ഫീച്ചർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി ഇങ്ങനത്തെ നല്ല നല്ല ടെക് വീഡിയോസ് ഞാൻ വീണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു ടെക് വീഡിയോ വീണ്ടും വരാം. അപ്പോൾ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്, ബൈ.